ഹായ് ഡിയേഴ്സ്, ഇന്ന് പാചകത്തിൻ്റെ വീഡിയോ ഒന്നും അല്ല കേട്ടോ ഇടുന്നത്. കുടംപുളിയുടെ ഒരു വീഡിയോ ആണ് നമ്മളിന്ന് ഇടുന്നത്. മഴക്കാലത്താണ് ഈ പുളി സാധാരണ ഉണ്ടാവുന്നത്. അപ്പോൾ ഇത് മഴക്കാലത്തെടുത്ത് നമുക്ക് ഉണക്കിയൊക്കെ വയ്ക്കണം. അപ്പോൾ അതൊക്കെ എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ഇപ്പോൾ കുറച്ച് പുളിയൊക്കെ ഞാൻ പെറുക്കി എടുത്തിട്ടുണ്ട്. അതൊന്ന് നമുക്ക് നന്നായിട്ടൊന്ന് കഴുകിയൊക്കെ എടുക്കാം. അപ്പോൾ ഇത് നല്ലപോലെയൊക്കെ കഴുകിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഉടച്ച് ഇതിൻ്റെ അകത്ത് ഒരു കുരുവുണ്ട്, അത് കളഞ്ഞെടുക്കണം. അപ്പോൾ ഈ പുളി നമുക്കിങ്ങനെ എടുത്തുടച്ചിട്ട് ഇതിൻ്റെ അകത്തുള്ള ഒരു കുരുവും പിന്നെ അതിൻ്റെ ഞെട്ടൊക്കെ കളഞ്ഞ് നന്നായിട്ട് അതിലെ വെള്ളമൊക്കെ ഊറ്റിക്കളഞ്ഞെടുക്കാം. ഇതിൻ്റെ ഈ കുരു നമുക്ക് ഉപ്പും മുളകും ഒക്കെ ഇട്ടിട്ട് ഇത്തിരി വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ചിട്ട് കഴിച്ചാൽ നല്ല ടേസ്റ്റാണ് കേട്ടോ. ഇത് കഴിച്ചിട്ടുള്ളവർ ഒത്തിരി പേരുണ്ടായിരിക്കും. ഈ കുരു കളയാം. ഇനി ഈ തൊണ്ട് നമുക്ക് ഉണക്കാൻ വയ്ക്കണം. ഇനി ഈ തൊണ്ട് നമുക്ക് ഉണക്കാൻ വയ്ക്കണം. ഇന്നിപ്പോൾ ചെറുതായിട്ടൊന്ന് വെയിൽ കിട്ടിയത് കാരണം ഇത് വെയിലത്തിട്ടൊന്ന് വാട്ടിയെടുക്കുകയാണ്. ഞാൻ വെയിലത്തിട്ട പുളിയും അല്ലെങ്കിൽ തന്നെയും വെയിലത്തിട്ടില്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ കൊണ്ടുവന്ന് വെച്ചിട്ട് ഇങ്ങനെ അടിയിൽ നിന്ന് തീയിട്ട് കൊടുത്ത് ഇതുപോലെ ഉണക്കിയെടുക്കും. ഇതിൽ നിന്ന് ഒരുവിധം ഉണങ്ങിയ പുളികൾ നമ്മളെടുത്ത് മാറ്റും. എന്നിട്ട് ഇതിനെ ഒന്നും കൂടെ വെയിലത്ത് വെച്ചിട്ട് നമ്മൾ നന്നായിട്ട് ഉണക്കിയെടുക്കും. വെയിലുള്ള സമയം നോക്കി വേണം വയ്ക്കാൻ, ഇല്ലെങ്കിൽ നമ്മളിങ്ങനെ തന്നെ ഇതിൽ തന്നെ വെച്ചിട്ട് ഉണക്കിയെടുക്കും. അപ്പോൾ ഇങ്ങനെയാണ് ഈ മഴക്കാലത്ത് നമ്മൾ കുടംപുളിയൊക്കെ ഉണക്കിയെടുക്കുന്നത്. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ.